നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രഞ്ജിത്തും കുഞ്ഞിക്കേളുവും ഇനി ഓർമ്മ. മൃതദേഹമെത്തിയപ്പോൾ സങ്കടക്കടലായി നാട്. അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണമടഞ്ഞവർക്ക് കേന്ദ്ര സർക്കാർ 50 ലക്ഷം രൂപ വീതം നൽകണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. സംസ്ഥാന സർക്കാർ ധനസഹായ തുക വർദ്ധിപ്പിക്കണമെന്നും MP. കാസർഗോഡ് പനത്തടിയിൽ നായാട്ട് സംഘം പിടിയിൽ. കുപ്രസിദ്ധ നായാട്ടുകാരൻ കുണ്ടുപള്ളി ജോസും സംഘവുമാണ് പിടിയിലായത്. എയിംസ് നേടിയെടുക്കണമെന്ന് എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ. ഇതിനായി കാസർഗോഡ് ജില്ലയിലെ MLA-മാർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും കൂട്ടായ്മ. കാസർഗോഡ് GHSS-ൽ നിന്നും SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയവർക്ക് വരയാദരം നൽകി. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. മൊഗ്രാൽപുത്തൂരിൽ VEOയെ ഏൽപ്പിച്ച രേഖകൾ വാങ്ങാൻ പോയ സ്ത്രീയെ ഓഫീസിൽ പൂട്ടിയിട്ടതായി പരാതി. BJP പ്രവർത്തകർ പന്തംകുളത്തെ പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. രഞ്ജിത്ത് ഇനി ഓർമ്മ. ഗൃഹപ്രവേശനം കഴിഞ്ഞു മടങ്ങിയ സ്വപ്ന വീട്ടിലേക്കുള്ള രഞ്ജിത്തിന്റെ അവസാന വരവിൽ ഹൃദയം പിളർക്കുന്ന വേദനയോടെ ചെർക്കള കുണ്ടടുക്ക ഗ്രാമം ഒന്നാകെ കണ്ണീരണിഞ്ഞു. ചേതനയേറ്റ ശരീരം കാണാനാകാതെ ഉറ്റവരും സുഹൃത്തുക്കളും വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച കരളലിയിപ്പിക്കുന്നതായിരുന്നു. കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും രഞ്ജിത്തിന്റെ മൃതദേഹവുമായുള്ള ആംബുലൻസ് രാത്രി 8:40 കുണ്ടടുക്കത്തെത്തിയത്. ഗൃഹപ്രവേശനം കഴിഞ്ഞു മടങ്ങിയ സ്വപ്ന വീട്ടിലേക്കുള്ള രഞ്ജിത്തിന്റെ അവസാന വരവിൽ ഹൃദയം പിളർക്കുന്ന വേദനയോടെ ചെർക്കള കുണ്ടടുക്ക ഗ്രാമം ഒന്നാകെ കണ്ണീരണിഞ്ഞു. 10 വർഷത്തോളമായി ഗൾഫിൽ ജോലി ചെയ്യുന്ന രഞ്ജിത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട്. 2 വർഷം മുൻപാണ് അത് പൂവണിഞ്ഞത്. ഗൃഹപ്രവേശനം കഴിഞ്ഞ് സന്തോഷത്തോടെ കുവൈറ്റിലേക്ക് മടങ്ങുകയും ചെയ്തു. ഈ വരവിൽ കല്യാണം നടത്താമെന്നുള്ള തീരുമാനത്തിലായിരുന്നു അച്ഛൻ K. രവീന്ദ്രനും അമ്മ രുക്മിണിയും. അതിനുള്ള ആലോചനയും ഇവർ തുടങ്ങിയിരുന്നു. അടുത്ത മാസം 10-ന് നാട്ടിലേക്ക് വരാൻ വിമാന ടിക്കറ്റ് എടുത്ത വിവരം രഞ്ജിത്ത് ബന്ധുക്കളെയും കൂട്ടുകാരെയും അറിയിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് മാതാപിതാക്കളെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ഒരുപോലെ ഞെട്ടിപ്പിച്ച് രഞ്ജിത്തിന്റെ വിയോഗമുണ്ടായത്. ബന്ധുക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് അന്തിമോപചാരമർപ്പിക്കാനെത്തിയത്. അയൽവാസിയായ ശശികുമാറിന്റെ വീട്ടിലാണ് ആദ്യം പൊതുദർശനത്തിന് വച്ചത്. അത് കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയി. മകന്റെ ചേതനയേറ്റ ശരീരം കാണാനാകാതെ ഉറ്റവർ അലമുറയിട്ട് കരയുന്ന കാഴ്ച ഹൃദയഭേദകമായിരുന്നു. കരളലിയിപ്പിക്കുന്ന വികാരനിർഭര രംഗങ്ങൾ കണ്ടുനിന്നവരുടെ കണ്ണുകളെയും ഈറനണിയിച്ചു. ഗൾഫിലായിരുന്ന സഹോദരൻ രജീഷ് മരണവിവരം അറിഞ്ഞ ഉടനെ നാട്ടിലെത്തിയിരുന്നു. കുടുംബ ശ്മശാനത്തിൽ രാത്രി 9:50 രജീഷ് സഹോദരന്റെ ചിതയ്ക്ക് തീ കൊളുത്തി. കളക്ടർ K. ഇമ്പശേഖർ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA-മാരായ NA നെല്ലിക്കുന്ന്, CH കുഞ്ഞമ്പു, ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദ്രിയ, BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി, സംസ്ഥാന സെക്രട്ടറി K. ശ്രീകാന്ത്, ജില്ലാ പ്രസിഡന്റ് രവീശതന്ത്രി കുണ്ടാർ, മണ്ഡലം പ്രസിഡന്റ് ഹരീഷ് നാരമ്പാടി, DCC പ്രസിഡന്റ് PK ഫൈസൽ, LDF ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി തുടങ്ങി നിരവധി പ്രമുഖർ അന്തിമോപചാരമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തീപിടുത്തത്തിൽ കുവൈറ്റിലെ മംഗഫിൽ ജീവൻ പൊലിഞ്ഞ തൃക്കരിപ്പൂർ തെക്കുംപാട്ടെ പൊന്മലേരി കുഞ്ഞിക്കേളുവിന്റെ ഭൗതികദേഹം എത്തിയപ്പോൾ സങ്കടക്കടലായി നാട്. ഒരു നോക്കു കാണാൻ 100 കണക്കിന് പേരാണ് നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി ഒഴുകിയെത്തിയത്. വെള്ളിയാഴ്ച രാത്രി 7:30 കാലിക്കടവിലെത്തിച്ച മൃതദേഹം കുടുംബാംഗങ്ങൾ ഏറ്റുവാങ്ങി. തുടർന്ന് കാലിക്കടവിൽ നടന്ന പൊതുദർശനം 1 മണിക്കൂർ നീണ്ടു. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ്, ഹൊസ്തുട്ട് തഹസിൽദാർ M. മായ, തൃക്കരിപ്പൂർ MLA M. രാജഗോപാലൻ, പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി എന്നിവർ ഉൾപ്പെടെയുള്ള വിവിധ മേഖലയിലുള്ളവർ അന്ത്യോപചാരമർപ്പിച്ചു. തൃക്കരിപ്പൂർ ഇളമ്പച്ചി തെക്കുംപാട് യുവജന ഗ്രന്ഥാലയത്തിലും രാത്രി 8:30 പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, DCC പ്രസിഡന്റ് PK ഫൈസൽ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ, CMP സെൻട്രൽ കൗൺസിൽ അംഗം VK രവീന്ദ്രൻ, BJP ജില്ലാ പ്രസിഡന്റ് രവീശതന്ത്രി കുണ്ടാർ, സെക്രട്ടറി A. വേലായുധൻ,
മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ, സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ, RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ, CPI ലോക്കൽ സെക്രട്ടറി MP ബിജീഷ്, തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് VV വിജയൻ, ഡയറക്ടർ C രവി തുടങ്ങി വ്യത്യസ്ത മേഖലയിലെ നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ തെക്കുംപാട്ട് വീട്ടിലെത്തിയിരുന്നു. രാത്രി 10ഓടെയാണ് കാലിക്കടവ് ആണൂരിലെ സമുദായ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണമടഞ്ഞവർക്ക് കേന്ദ്ര സർക്കാർ 50 ലക്ഷം രൂപ വീതം നൽകണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. സംസ്ഥാന സർക്കാർ ധനസഹായ തുക വർദ്ധിപ്പിക്കണമെന്നും MP ആവശ്യപ്പെട്ടു. കുവൈറ്റിലെ മംഗഫിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച തൃക്കരിപ്പൂർ തെക്കുംപാട്ടെ പൊന്മലേരി കുഞ്ഞിക്കേളുവിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതത്തിൽ ഒരു കരയിലും എത്താത്ത 24 പേരാണ് കേരളത്തിൽ മരിച്ചിട്ടുള്ളത്. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് ഈ മൃതശരീരങ്ങൾ കൊണ്ടുവരാൻ താല്പര്യമെടുത്തതിൽ നമുക്ക് അവരെ അഭിനന്ദിക്കാം. അതോടൊപ്പം പ്രവാസി മലയാളികൾ ഒരുപാട് ആളുകൾ ഈ മരിച്ച 24 കുടുംബങ്ങളെയും സഹായിക്കാൻ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം യൂസഫ് അലി ഉണ്ട്, അതുപോലെ തന്നെ രവിപിള്ളയുണ്ട്. അങ്ങനെ ഒത്തിരി മലയാളികൾ കാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ സഹായമല്ല നമുക്ക് ആവശ്യം. അങ്ങനെയുള്ള സഹായങ്ങൾ എത്രത്തോളം ഇവർക്ക് കിട്ടുന്നതിൽ നമുക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യനാടുകൾ പോകുന്ന ആളുകളുടെ ക്ഷേമവും സുരക്ഷിതത്വവും നോക്കേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഉണ്ട്. അതുകൊണ്ട് ഈ പോയവരൊന്നും ഒരു കര പിടിക്കാത്ത ആളുകളാണ്. അതുകൊണ്ട് വ്യക്തികൾ കൊടുക്കുന്ന സാമ്പത്തിക സഹായം അല്ല ഇവിടെ പ്രശ്നം. കേന്ദ്ര ഗവൺമെൻറ് 50 ലക്ഷം രൂപയെങ്കിലും മിനിമം ഓരോ കുടുംബത്തിനും കൊടുക്കണം. പിന്നെ 24 പേർ കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന കൂടാതെയുള്ള സഹായം ചെയ്യണം. എത്രയോ കോടിക്കണക്കിന് രൂപയാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എഴുതി തള്ളുന്നത് നമ്മുടെ കേന്ദ്രം. എത്രയോ പാഴ്ചെലവാണ് നമ്മുടെ കേരളം നടത്തുന്നത്. അപ്പോൾ ഇത്തരം ജീവിത പ്രയാസങ്ങളുടെ നടുവിൽ ഒരു രക്ഷാമാർഗം തേടി അന്യനാടുകൾ പോയി ഒരു കരയിലും എത്താതെ ജീവിതം ഹോമിക്കേണ്ടി വരുന്ന ആളുകളെ സഹായിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുണ്ട്. അതുകൊണ്ട് കേന്ദ്രം 50 ലക്ഷം രൂപ കൊടുക്കുകയും കേരളം അവരുടെ സാമ്പത്തിക നിലവാരത്തിനനുസരിച്ചൊരു എമൗണ്ട് പ്രഖ്യാപിക്കുകയും വേണം. കാസർഗോഡ് പനത്തടിയിൽ നായാട്ട് സംഘം പിടിയിൽ. കുപ്രസിദ്ധ നായാട്ടുകാരൻ കുണ്ടുപള്ളി ജോസും സംഘവുമാണ് പനത്തടി സെക്ഷന്റെ റാണിപുരം കുണ്ടുപള്ളി ഭാഗത്ത് നടത്തിയ പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായി പിടിയിലായത്. പനത്തടി ഫോറസ്റ്റ് സെക്ഷൻ ഓപ്പറേഷൻ പരമ്പരകളുടെ ഭാഗമായി നീണ്ട നാളായി നിരീക്ഷണത്തിലായിരുന്ന കുപ്രസിദ്ധ നായാട്ടുകാരൻ കുണ്ടുപള്ളി ജോസും സംഘവും പനത്തടി സെക്ഷന്റെ റാണിപുരം കുണ്ടുപള്ളി ഭാഗത്ത് നടത്തിയ പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായി പിടിയിലായി. സംഘത്തിന്റെ കൈക്കൽ നിന്നും ഒരു തോക്കും തിരകളും 20 ലക്ഷം രൂപയുടെ താർ ജീപ്പും പിടിച്ചെടുത്തിട്ടുണ്ട്. കുണ്ടുപള്ളി ജോസിന്റെ നേതൃത്വത്തിൽ കാലങ്ങളായി നായാട്ട് നടന്നുവരുന്നതായി വിവരമുണ്ടായിരുന്നുവെന്നും ഇയാൾ നിരീക്ഷണത്തിലായിരുന്നുവെന്നും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ B സേസപ്പ പറഞ്ഞു. പനത്തടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ B സേസപ്പ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അഭിജിത്ത് MP, വിഷ്ണു, വിമൽ, വിനീത്, സന്തോഷ് NK, ഡ്രൈവർ ഗിരീഷ് എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കുണ്ടുപള്ളി ജോസിനോടൊപ്പം കോളിച്ചാൽ പുത്തൻപുരയിൽ ജനറൽ ജോർജ്, പുന്നത്താനത്ത് അജുമേദ്, പനത്തടി ഞാറക്കാട്ട് സോണി തോമസ്, തൃശൂർ കണ്ണാറ മുപ്പാട്ടിൽ സ്വദേശി റിച്ചാർഡ് എൽദോസ് എന്നിവരാണ് പിടിയിലായത്. പനത്തടി സെക്ഷന്റെ 6ാമത് ഓപ്പറേഷനാണിതെന്നും തുറന്നു വന്നിരുന്നതുമായ ഓപ്പറേഷൻ പരമ്പരകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും പുതിയതായി ചാർജെടുത്ത കാഞ്ഞങ്ങാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രാഹുൽ K അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം. ദേശീയപാത നവീകരണ ഭാഗമായി യാത്ര വഴിതിരിച്ചുവിട്ടതുമൂലം ചെറുവത്തൂർ ടൗണിനെ ഗതാഗത കുരുക്കിലും അപകട ഭീതിയിലുമാക്കിയ നടപടി പുനഃക്രമീകരിക്കണമെന്ന ആവശ്യത്തിൽ ജില്ലാ ഭരണകൂടം ഇടപെട്ടു. അടച്ചിട്ട ചെറുവത്തൂർ മട്ടലായി ദേശീയപാതയിലെ ഞാണങ്കൈ, ഗതാഗത കുരുക്കും അപകടങ്ങളുമേറുന്ന പുതിയ പാതയിലെ മത്സ്യമാർക്കറ്റിനടുത്തുള്ള ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സബ് കളക്ടർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു.
ചെറുവത്തൂർ ടൗണിന്റെ തെക്ക് ഭാഗത്തെ ഞാണങ്കൈ മുതൽ മട്ടലായി വരെയുള്ള റോഡ് അടച്ചിട്ടത് മൂലം വ്യാപാരികൾ ഏറെ ദുരിതങ്ങൾ അനുഭവിക്കുകയാണെന്നും പാത പഴയ രീതിയിൽ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുവത്തൂർ യൂണിറ്റ് ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരനെ കണ്ട് നിവേദനം നൽകിയിരുന്നു. ടൗണിൽ താറുമാറായി കിടക്കുന്ന ട്രാഫിക് സംവിധാനങ്ങൾക്ക് പരിഹാരം കാണുക, ബസ് സ്റ്റാൻഡ് പരിസരത്ത് പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചന്തേര പോലീസിനും നിവേദനം നൽകിയിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിൽ സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് ചെറുവത്തൂരിലെ വിവിധ സ്ഥലങ്ങളിലെത്തിയത്. ഞാണങ്കൈ കുന്നിലൂടെയുള്ള പഴയ ദേശീയപാതയും പുതുതായി നിർമ്മിക്കുന്ന പാർശ്വപാതയും നോക്കിക്കണ്ട സബ് കളക്ടർ പുതിയ പാതയിലെ മത്സ്യ മാർക്കറ്റിനോടടുത്തുള്ള ജംഗ്ഷനിലുമെത്തി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ KV ജയൻ, MV വിജയൻ, ചന്തേര SI N വിപിൻ, ദേശീയപാത വിഭാഗത്തിലെ എഞ്ചിനീയർ M മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥരെത്തിയത്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, വൈസ് പ്രസിഡന്റ് M രാഘവൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ P പദ്മിനി, CV ഗിരീശൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ PP മുസ്തഫ, C രഞ്ജിത്ത്, KC സതീശൻ, SN രഞ്ജിത്ത്, C ചന്ദ്രൻ, മുരളി നീലിമ, ജയകുമാർ കണ്ണൻ, MA സുരേഷ്, K ഹരിദാസ് എന്നിവർ ഉദ്യോഗസ്ഥരോട് ടൗൺ നേരിടുന്ന ദുരിതം വിവരിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടർക്ക് സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദ് റിപ്പോർട്ട് നൽകും. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. എയിംസ് നേടിയെടുക്കുന്നതിനായി കാസർഗോഡ് ജില്ലയിലെ MLA മാർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണം എന്ന് എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ. എയിംസ് വന്നാൽ ജില്ലയുടെ ആരോഗ്യ പിന്നോക്കാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുവദിക്കാനിരുന്ന എയിംസ് ആശുപത്രി കാസർഗോഡിന് നേടിയെടുക്കാൻ ജില്ലയിലെ ഭരണ പ്രതിപക്ഷ MLA മാർ ഒറ്റക്കെട്ടായി നിന്ന് മുഖ്യമന്ത്രിയിൽ സമ്മർദ്ദം ചെലുത്തി കാസർഗോഡിന്റെ പേര് പ്രപ്പോസലിൽ ഉൾപ്പെടുത്തണമെന്ന് എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. എൻഡോസൾഫാൻ ദുരിതവുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്താൻ എയിംസ് ആശുപത്രി സഹായകരമാവും. അതുകൊണ്ടാണ് എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ ഈ ആവശ്യവുമായി സർക്കാരുകളെ കാലാകാലങ്ങളായി സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എയിംസ് വിഷയത്തിൽ അതീവ താൽപര്യം കാണിക്കുമ്പോൾ അതോടൊപ്പം തന്നെ MP-യും MLA-മാരും ചേർന്ന് ജില്ലയുടെ ദുരിതം ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തി എയിംസ് ജില്ലയ്ക്ക് നേടിയെടുക്കുകയാണ് വേണ്ടതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം മറ്റു രാഷ്ട്രീയ അഭിപ്രായങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് കാസർഗോട്ടെ ജനങ്ങളോടുള്ള കടമ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ കാണിക്കണം എന്നാണ് എയിംസ് ജനകീയ കൂട്ടായ്മയ്ക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എയിംസ് കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചാലും കാസർഗോട്ടേക്ക് ഒരു എയിംസ് കിട്ടണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രൊപ്പോസലിൽ കാസർഗോഡിൻ്റെ പേര് വരണം. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൊപ്പോസലിൽ പേര് ഉൾപ്പെടുത്താനുള്ള ഒരു സമഗ്രമായ ഒരു സമരപരിപാടികൾക്കും നിയമ നടപടികൾക്കുമാണ് സംഘടന മുമ്പോട്ട് പോകുന്നത്. ഉദുമ MLA CH കുഞ്ഞമ്പു അവരുടെ ഒരു പ്രസ്താവന ദൗർഭാഗ്യകരമായി പോയി. കാരണം അത് കോഴിക്കോടിന് കൊടുത്തതല്ലേ, ഇനി അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കേണ്ടതുണ്ടോ എന്നുള്ള രീതിയിൽ വന്നത്. അതേപോലെ കോഴിക്കോട് MP ബഹുമാനപ്പെട്ട MK രാഘവൻ അവർ ഇത് തത്വത്തിൽ കോഴിക്കോട് കൊടുക്കാൻ തീരുമാനിച്ചു എന്നൊരു തെറ്റായ ഒരു പ്രസ്താവനയാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അത് തെറ്റാണ്, തീർത്തും തെറ്റാണ്. അങ്ങനെ കേന്ദ്രം കോഴിക്കോട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജനപ്രതിനിധികൾ നടത്തുന്ന പ്രസ്താവനകൾ തിരുത്തേണ്ടതാണ്. പ്രസിഡന്റ് ഗണേശ് അരമങ്ങാനം, വൈസ് പ്രസിഡന്റ് അഹമ്മദ് കിർമാനി, ജനറൽ സെക്രട്ടറി മുരളീധരൻ പടന്നക്കാട്, ട്രഷറർ സലീം സന്ദേശം ചൌക്കി, കോർഡിനേറ്റർ ശ്രീനാഥ് ശശി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് OSA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരയാദരം നൽകി. സ്കൂളിൽ നടന്ന അനുമോദന ചടങ്ങ് കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് OSA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരയാദരം നൽകി. OSA സെക്രട്ടറിയും ചിത്രകാരനുമായ ഷാഫി A നെല്ലിക്കുന്നാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ രേഖാചിത്രങ്ങൾ വരച്ച് സമ്മാനമായി നൽകിയത്. OSA ട്രഷറർ NA അബൂബക്കർ വിജയികൾക്കുള്ള മൊമന്റോ വിതരണം ചെയ്തു.
കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം വരയാതരം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മുടെ സ്കൂളിലെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ സ്കൂളിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഉണർവിന് വേണ്ടി, ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ അത് കണ്ടുകൊണ്ട് മറ്റുള്ള കുട്ടികൾക്കും ആ രീതിയിലുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഈ വിദ്യാലയത്തിലെ OS എന്നും മുൻപന്തിയിലിരിക്കുന്നത്. സ്കൂൾ സീനിയർ സ്റ്റാഫ് ഉഷാകുമാരി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് AS മുഹമ്മദ് കുഞ്ഞി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് യൂണിറ്റ് പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ TP ഇല്യാസ്, K ബാലകൃഷ്ണൻ, TA മഹമ്മൂദ്, റാഫി കുന്നിൽ, K ജയചന്ദ്രൻ, റഹീം ചുരി, മഹമ്മൂദ് വട്ടേക്കാട്, അബ്ദുൾ ഷുക്കൂർ തങ്ങൾ, KH മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ഷാഫിയെ നെല്ലിക്കുന്ന് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോകമൊന്നാകെ പരിശുദ്ധ ബലിപ്പെരുന്നാൾ ഒരുക്കത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിനികൾക്കായി സംഘടിപ്പിച്ച മെഹന്തി ഫെസ്റ്റ് സർഗാത്മകതയുടെ വിരുന്നായി. മത്സരത്തിൽ 9ാം ക്ലാസ്സിലെ ഫാത്തിമത്ത് റിഫ കാസിമും സിയ ഫാത്തിമയും ചേർന്ന ടീം 1ാം സ്ഥാനം നേടി. സ്കൂളിലെ പ്രവൃത്തി പരിചയ ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മൈലാഞ്ചിയിടൽ മത്സരത്തിൽ ഇടത് വലത് കൈകളുടെ വ്യത്യാസമില്ലാതെ 24 ടീമുകളാണ് മത്സരത്തിനെത്തിയത്. പൂക്കളും ഇലകളും അമൂർത്ത രൂപങ്ങളും ചേർന്ന വിസ്മയകരമായ ഡിസൈനുകൾ വിദ്യാർത്ഥികൾ വരച്ചു ചേർത്തു. ഓരോ ടീമിന്റെ നേതൃത്വത്തിലും അനുവദിച്ച സമയമായ 1 മണിക്കൂർ കൊണ്ട് കൈകളിൽ പ്രത്യേകതയും ചാരുതയുമുള്ള മൈലാഞ്ചി മുഞ്ചണിഞ്ഞു. ഹൈസ്കൂൾ വിഭാഗത്തിലെ 8, 9, 10 ക്ലാസുകളിലെ 48 വിദ്യാർത്ഥിനികളാണ് മെഹന്തി ഫെസ്റ്റിൽ മാറ്റുരച്ചത്. മനസ്സിലുള്ളതും കണ്ടുപിടിച്ചതുമായ വ്യത്യസ്ത ഡിസൈനുകൾ സഹപാഠിയുടെ കൈകളിൽ മൈലാഞ്ചി ട്യൂബുകളിലൂടെ പകർത്തിയപ്പോൾ മുതിർന്നവരെ തോൽപ്പിക്കും വിധത്തിൽ വിദ്യാർത്ഥികൾ മെഹന്തി ഫെസ്റ്റിലെ താരങ്ങളായി. മത്സരത്തിൽ 9ാം തരത്തിലെ വഫ മരിയ ഫൈസൽ, TK അൻസിയ ടീം 2ാം സ്ഥാനം നേടി. 10ാം ക്ലാസ്സിലെ ഫാത്തിമത്ത് ഷിഫ, PM മുഫീദ ടീമിനാണ് 3ാം സ്ഥാനം. സ്കൂൾ പ്രധാനാധ്യാപകൻ MC ഷിഹാബ് മെഹന്തി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഈ മൈലാഞ്ചി ഇടുക എന്ന് പറയുന്നത് ഒരു നല്ല കലയാണ്. ഇന്ന് അതും കഴിഞ്ഞ് അതൊരു വിപണിയും അതേപോലെ തന്നെ നമുക്ക് ഒരു വരുമാന സ്രോതസ്സുമായിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ഇടമായിട്ട് തന്നെ മൈലാഞ്ചി ഇടുകയും അതേപോലെ തന്നെ മൈലാഞ്ചി അണിയുകയും ചെയ്യുന്ന ഒരു രീതി മാറിയിട്ടുണ്ട്. പ്രമുഖ മെഹന്തി ഡിസൈനർ നുസ്രത്ത് ഷിഹാബുദ്ദീന്റെ നേതൃത്വത്തിലുള്ള ജഡ്ജിംഗ് പാനൽ ഏറ്റവും മനോഹരവും സർഗാത്മകവുമായ മെഹന്തി ഡിസൈനുകൾ തിരഞ്ഞെടുത്തു. സ്റ്റാഫ് സെക്രട്ടറി P ഹരീന്ദ്രൻ, സീനിയർ അസിസ്റ്റന്റ് S മനോജ്, SRG കൺവീനർ K പ്രകാശ്, VK ശശികല, അനീഷ് വെങ്ങാട്ട്, CP വിദ്യ എന്നിവർ സംസാരിച്ചു. വിജയികൾക്ക് ക്യാഷ് പ്രൈസുകൾ വിതരണം ചെയ്തു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. BJP കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് VEOയെ ഏൽപ്പിച്ച രേഖകൾ വാങ്ങാൻ പോയ കോട്ടവളപ്പിൽ സ്വദേശിനിയായ സാവിത്രിക്ക് രേഖകൾ തിരിച്ചു നൽകിയില്ലെന്നും ഓഫീസിൽ പൂട്ടിയിട്ടുവെന്നും ആരോപിച്ചാണ് പ്രകടനം നടത്തിയത്. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് VEOയെ ഏൽപ്പിച്ച രേഖകൾ വാങ്ങാൻ പോയ കോട്ടവളപ്പിൽ സ്വദേശിനിയായ സാവിത്രിക്ക് രേഖകൾ തിരിച്ചു നൽകിയില്ലെന്നും ഓഫീസിൽ പൂട്ടിയിട്ടുവെന്നുമാണ് BJPയുടെ പരാതി. ഇതിനെ ചോദ്യം ചെയ്ത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും BJP കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റുമായ പ്രമീള മജലിനെതിരെയും സാവിത്രിക്കും മകൾക്കുമെതിരെയും ഇവരെ സഹായിച്ച BJP പ്രവർത്തകർക്കെതിരെയും VEO കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് കള്ളക്കേസ് കൊടുത്തുവെന്നും പരാതിയുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചാണ് BJP കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. പ്രമീള മജൽ, BJP കാസർഗോഡ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഗുരുപ്രസാദ് പ്രഭു, മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രശേഖർ, ജനറൽ സെക്രട്ടറി ഗണേഷ് നായക്, കാസർഗോഡ് മുനിസിപ്പാലിറ്റി വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് പ്രേംജിത്ത്, മറ്റ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോളിയടക്കം ഗവൺമെന്റ് UP സ്കൂളിൽ അലക്സ കമ്മ്യൂണിറ്റി പ്രോഗ്രാം ഹാപ്പി ലേണിംഗ് സംഘടിപ്പിച്ചു. പഠനത്തിനൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യ പഠിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായിരുന്നു പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ മേഖലയിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം, അതുവഴി വിദ്യാർത്ഥികളെ അവരുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കാമെന്ന ചിന്തയിൽ നിന്നാണ് അലക്സ പോലുള്ള ഒരു ഉപകരണവും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും പഠിക്കാൻ അവസരം സൃഷ്ടിക്കുന്നത്.
ഒരൊറ്റ കമന്റിൽ പല കാര്യങ്ങൾ ഒരുമിച്ച് സാധ്യമാക്കാൻ കഴിയുന്ന ഓഫീസ് ഓട്ടോമേഷൻ സംവിധാനത്തെ പോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും വിനോദ മേഖലയിലും ഒരുപോലെ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് അലക്സ. കേരളത്തിൽ അലക്സ എന്ന ഉപകരണം ഭിന്നശേഷി മേഖലയിൽ എത്രത്തോളം ഉപകാരപ്പെടുത്താമെന്ന ആലോചനയിൽ ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ കാസർഗോഡ്, കോഴിക്കോട് ജില്ലയിലെ ഭിന്നശേഷി ശാക്തീകരണത്തിന് തുടക്കം കുറിക്കാനും ഒപ്പം സമാന മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ ഒരുമിച്ച് ചേർത്ത് എല്ലാവർക്കും ഇതിന്റെ പ്രയോജനം ലഭ്യമാകുന്ന തരത്തിൽ അലക്സ കമ്മ്യൂണിറ്റി പ്രോഗ്രാമിനെ മാറ്റിയെടുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സാധാരണ സ്കൂളുകളിൽ കുട്ടികളുടെ സാങ്കേതികവിദ്യ വളർത്താനും അവരുടെ ചിന്താശേഷിയെയും കഴിവിനെയും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഉയർത്തിക്കൊണ്ടുവരാനും ഉതകുന്ന രീതിയിൽ പദ്ധതിയുടെ നടത്തിപ്പും മോണിറ്ററിംഗും ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ അലക്സ കമ്മ്യൂണിറ്റി പ്രോഗ്രാമിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കും. വിദ്യാർത്ഥികളുടെ ശാക്തീകരണത്തിന് നമ്മൾ ഒരുമിച്ച് നിന്ന് പൊരുതുന്നതോടൊപ്പം ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യയെ ഉപയോഗിച്ച് സാങ്കേതികവിദ്യയുടെ പുത്തൻ തലങ്ങൾ പ്രയോജനപ്പെടുത്തി വിഭിന്നശേഷിയുള്ള ഒരു പുത്തൻ തലമുറയെ വാർത്തെടുക്കാൻ ഈ പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നു. പരിപാടിയിൽ കേരള കേന്ദ്ര സർവകലാശാല PhD വിദ്യാർത്ഥികളായ മനോജ് KD, M ഗോൺമെയ്, ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥിയായ മയൂഖ പിള്ളൈ, ചെന്നൈ SRM കോളേജിലെ BTech ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദ്യാർത്ഥികളായ GS നിഹാൽ, റസാഖ്, സിദ്ധാർത്ഥ് M, ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യ ചെയർമാൻ മോഹൻദാസ് വയലാങ്കുഴി, ആതിര ഗോപി, അശ്വന്ത് K എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കോളിയടുക്കം ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ്മാസ്റ്റർ ഹരിദാസൻ C സ്വാഗതവും അധ്യാപിക ജിഷ C നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോടോംബേളൂരിലെ സമഗ്ര ആദിവാസി വികസന പദ്ധതി പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് പഠിക്കുന്നതിനായി നബാർഡ് സംഘം സന്ദർശനം നടത്തി. നബാർഡിന്റെ ആദിവാസി വികസന ഫണ്ടിൽപ്പെടുത്തി സെന്റർ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ് പദ്ധതി നടപ്പാക്കുന്നത്. നബാർഡിന്റെ ആദിവാസി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി സെന്റർ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോടോംബേളൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര ആദിവാസി വികസന പദ്ധതി പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് പഠിക്കുന്നതിനായി നബാർഡ് സംഘം സന്ദർശനം നടത്തി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള 27 നബാർഡ് ഓഫീസർമാരാണ് നബാർഡിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായ വൈദ്യനാഥ് സിംഗ് നയിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നത്. മംഗലാപുരത്തെ നബാർഡ് പരിശീലന കേന്ദ്രമായ ബേർഡിൽ നടക്കുന്ന പരിശീലന പരിപാടിയുടെ ഭാഗമായിരുന്നു സന്ദർശനം. നബാർഡിന്റെ സഹായത്തോടെ CRD നടപ്പിലാക്കുന്ന സമഗ്ര ആദിവാസി വികസന പദ്ധതി നിർവഹണ രീതി മനസ്സിലാക്കുകയാണ് സംഘത്തിന്റെ ലക്ഷ്യമെന്ന് CRD ഡയറക്ടർ ഡോക്ടർ C ശശികുമാർ പറഞ്ഞു. കാർഷിക ഗ്രാമവികസന ബാങ്ക് നബാർഡിന്റെ പുതുതായിട്ട് പ്രൊമോഷൻ കിട്ടി ട്രെയിനിങ്ങിന് വിധേയരാകുന്ന ഓഫീസേഴ്സ് ട്രെയിനീസാണ് ഇന്നിവിടെ ഈ കോടോംബേളൂർ ITDP പ്രോജക്റ്റ്, അതായത് സമഗ്ര ആദിവാസി വികസന പദ്ധതികളിൽ നടപ്പിലാക്കിയ വിവിധങ്ങളായിട്ടുള്ള കാർഷിക വികസന പ്രവർത്തനങ്ങളും സാമ്പത്തിക അഭിവൃദ്ധി പ്രവർത്തനങ്ങളും കാണാനും അതുപോലെ തന്നെ സാമൂഹ്യ സംഘാടനം പോലെയുള്ള ക്രമീകരണങ്ങളും കാർഷിക നഴ്സറി അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഗ്രാമമേഖലകളിൽ ആദിവാസി കൂട്ടായ്മകളിൽ എങ്ങനെയാണ് സുസ്ഥിര വികസനം നടപ്പിലാക്കുന്നത് എന്നതിൻ്റെ രീതിയും മാർഗവും മനസ്സിലാക്കാനും അതെങ്ങനെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അത് നിർവഹണം ചെയ്തു. വിവിധ ഏജൻസികളുടെ സഹായത്തോടെ, അതായത് ഗ്രാമപഞ്ചായത്ത്, കൃഷി വകുപ്പ്, CRD പോലെയുള്ള സ്ഥാപനങ്ങൾ, CPCRI, അഗ്രികൾച്ചർ കോളേജ്, ഇവയുടെ ഒക്കെ കൂടെയുള്ള സമഗ്രമായ ഒരു ഇടപെടൽ വഴി എങ്ങനെ ഒരു ആദിവാസി സമൂഹത്തിനെ മുൻനിരയിലേക്ക്, വികസനത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തിക്കാം എന്ന കാര്യം പഠിക്കാനാണ് ഇന്ന് ഇത്രയും 30ഓളം വരുന്ന ട്രെയിനീസ്, നബാർഡ് ഓഫീസേഴ്സ് ട്രെയിനി ഇന്നിവിടെ വന്ന് വിവിധ കാര്യങ്ങളൊക്കെ സന്ദർശിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. 2023 മാർച്ചിൽ ആരംഭിച്ച പദ്ധതി പ്രവർത്തനം 2028 പൂർത്തീകരിക്കും. 4.26 കോടി രൂപ ആകെ ചെലവ് വരുന്ന പദ്ധതിയിൽ 3.24 കോടി രൂപ നബാർഡ് ഗ്രാന്റും 1.02 കോടി രൂപ ഗുണഭോക്തൃ വിഹിതവും ബാങ്ക് വായ്പയുമാണ്. ദീർഘകാല വിളകളായ തെങ്ങ്, കമുക്, കുരുമുളക്, കശുമാവ് കൃഷിയോടൊപ്പം ഇടവിളയായി ചേന, മഞ്ഞൾ, പച്ചക്കറികളും പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കി. ആട് വളർത്തൽ, പശു വളർത്തൽ, തേനീച്ച കൃഷി തുടങ്ങിയ വ്യക്തിഗത ജീവനോപാധി പ്രവർത്തനങ്ങളും ഗ്രൂപ്പ് സംരംഭങ്ങളായ ഡിന്നർ സെറ്റ്, വനിതാ തയ്യൽ യൂണിറ്റ്, കുട നിർമ്മാണ യൂണിറ്റ്, യന്ത്രവൽകൃത കിണർ നിർമ്മാണ യൂണിറ്റ്, ചൂരൽ തടുപ്പ നിർമ്മാണം, കോഴി ഫാം, വനിതാ ശിങ്കാരിമേളം തുടങ്ങിയവയും കേരള ഗ്രാമീണ ബാങ്കിന്റെ കാലിച്ചാനടുക്കം ബ്രാഞ്ചിൽ നിന്നും 20 ലക്ഷം രൂപ വായ്പയെടുത്ത് ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. വിവിധ തൊഴിൽ സംരംഭങ്ങളും കൃഷിയിടങ്ങളും സംഘം സന്ദർശിച്ചു. CRD ഡയറക്ടർ ഡോക്ടർ ശശികുമാർ C, പ്രൊജക്ട് മാനേജർ K. ജോസഫ്, പദ്ധതിതല ആദിവാസി വികസന സമിതി പ്രസിഡന്റ് രമേശൻ മലയാറ്റുകര, സെക്രട്ടറി M. പത്മനാഭൻ എന്നിവർ നേതൃത്വം നൽകി.
രാജേഷ് ഊട്ടമല, ന്യൂസ് ബ്യൂറോ, രാജപുരം. കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നും ഓഫീസ് അറ്റൻഡന്റായി വിരമിച്ച എം രഘുനാഥിന് യാത്രയയപ്പ് നൽകി. KGHMOയുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. KGHMOയെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നും ഓഫീസ് അറ്റൻഡറായി വിരമിച്ച എം രഘുനാഥിന് യാത്രയയപ്പ് നൽകി. കാഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിൽ കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഷ്മ AK ഉദ്ഘാടനം ചെയ്തു. നല്ല സെൻഡോഫും ഒത്തുചേരലൊക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് ബന്ധപ്പെട്ടല്ലേ പറ്റും, നമുക്ക് വേറെ വഴിയില്ലല്ലോ. ഈ 2004 സർവീസിൽ കയറുമ്പോൾ DMO ഓഫീസിൽ രഘു എന്നുള്ള ചുരുക്കി ഞാൻ ഫോണിൽ സേവ് ചെയ്തത് രഘു DMO ആയിരുന്നു. അമ്പിളി ഡോക്ടറും ഏകദേശം സംഘത്തിൻ്റെ അമ്പിളി ഡോക്ടറിനെ കളിയാക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യ കാലത്തൊക്കെ ഡൗട്ട് കേൾക്കും, നമുക്ക് രഘു DMO വിളിക്കാം എന്നൊക്കെ ഡൗട്ട് വന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു DMO ഓഫീസിലെ എല്ലാ ഓൾ ഇൻ ഓൾ കാര്യങ്ങൾ അറിയുന്ന അത്രയും വർഷങ്ങളെ പഴക്കമുള്ളതാണ്. നമുക്കെല്ലാം അറിയാം, പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട്. പലരെ ഹെൽപ്പ് ചെയ്യുന്നത് ആ സിൻസിയാരിറ്റി, അതാണ് ആ ജോലിയോടുള്ള ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടു പഠിക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. KGHMOയെ പ്രസിഡന്റ് ഡോക്ടർ രതീഷ് P അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് കമ്മിറ്റി അംഗം ഡോക്ടർ വിപിൻ രാജ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ നാദിറ A, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡോക്ടർ സുജിയ നായർ, ഡോക്ടർ അമ്പിളി B, ഡോക്ടർ ബിജി എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ ശോഭ K സ്വാഗതവും ട്രഷറർ ഡോക്ടർ ജാരിയ റഹ്മത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന പീഡന ബോധവൽക്കരണ ദിനാചരണം നടത്തി. ഏകദിന പഠന ക്യാമ്പും സംഘടിപ്പിച്ചു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന പീഡന ബോധവൽക്കരണ ദിനം ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത്, മുനിസിപ്പൽ കമ്മിറ്റികളെയും യൂണിറ്റ് കമ്മിറ്റികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് കാർഷിക വികസന ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കാസർഗോഡ് DCRB PK സാബു DYSP ഉദ്ഘാടനം ചെയ്തു. കാരണം ജീവിതത്തിന്റെ കൗമാരം, യൗവനം പോലുള്ള ഒരു അവസ്ഥ മാത്രമാണ് ഈ വയോജനാവസ്ഥ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഊർജ്ജസ്വലമായ ഒരു മനസ്സ് കൈവശം വെക്കുകയും ഊർജ്ജസ്വലമായ ഒരു ശരീരം കൊണ്ടുനടക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇത് ഒരവസ്ഥ തന്നെയാണ്. നമ്മൾ ശൈശവത്തിൽ, യൗവനത്തിൽ, അങ്ങനെ ഓരോരോ കാലഘട്ടം കടന്നു പോകുന്ന പോലെ ഒരു കാലഘട്ടം, ഒരു അവസ്ഥ മാത്രമാണ്. കൂടാതെ നമ്മളിതിനെ ഏറ്റവും ഇത്തരം സംഘടനാപരമായ പ്രവർത്തനങ്ങളിലൂടെയും പിന്നെ നമ്മൾ ജീവിക്കുന്നിടത്തെ സാമൂഹ്യ അന്തരീക്ഷങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലുമൊക്കെ ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ വയോജനാവസ്ഥയെ മറികടക്കാൻ നമുക്ക് കഴിയും. ഞാൻ നിങ്ങളെ കാണുന്നത് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള അറിവുകൾ നേടി വളരെ ബഹുമാന്യമായ ഒരു ജീവിതം നയിക്കുന്ന ആളുകളായിട്ടാണ്. ജില്ലാ പ്രസിഡന്റ് T അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MP വാസുദേവൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി YMC ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു. സംഘടനയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളും നിയമാവലിയും എന്ന വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി ജോർജ് വർഗീസ് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി K സുകുമാരൻ മാസ്റ്റർ സംഘടനാ ചരിത്രത്തിൽ ക്ലാസ് എടുത്തു. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും 2007 നിയമചട്ടങ്ങളും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് TV രാജേന്ദ്രൻ സംസാരിച്ചു. വയോജന നയം 2013 ഉത്തരവുകളും എന്ന വിഷയത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം M ഗംഗാധരൻ സംസാരിച്ചു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി M പുരുഷോത്തമൻ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രഞ്ജിത്തും കുഞ്ഞിക്കേളുവും ഇനി ഓർമ്മ. മൃതദേഹമെത്തിയപ്പോൾ സങ്കടക്കടലായി നാട്. അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണമടഞ്ഞവർക്ക് കേന്ദ്ര സർക്കാർ 50 ലക്ഷം രൂപ വീതം നൽകണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. സംസ്ഥാന സർക്കാർ ധനസഹായ തുക വർദ്ധിപ്പിക്കണമെന്നും MP. കാസർഗോഡ് പനത്തടിയിൽ നായാട്ട് സംഘം പിടിയിൽ. കുപ്രസിദ്ധ നായാട്ടുകാരൻ കുണ്ടുപള്ളി ജോസും സംഘവുമാണ് പിടിയിലായത്. എയിംസ് നേടിയെടുക്കണമെന്ന് എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ. ഇതിനായി കാസർഗോഡ് ജില്ലയിലെ MLA-മാർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും കൂട്ടായ്മ. കാസർഗോഡ്
GHSSൽ നിന്നും SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയവർക്ക് വരയാദരം നൽകി. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. മൊഗ്രാൽപുത്തൂരിൽ VEOയെ ഏൽപ്പിച്ച രേഖകൾ വാങ്ങാൻ പോയ സ്ത്രീയെ ഓഫീസിൽ പൂട്ടിയിട്ടതായി പരാതി. BJP പ്രവർത്തകർ പന്തംകുളത്തെ പ്രകടനം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.